ഇന്ന് മെയ് 2 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ബോളിവുഡിൽ ഈ വർഷത്തിലെ 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ ഒന്നായ ഷെയ്ത്താന്റെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മെയ് 3 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. രണ്ടാമത്തേത് തമിഴിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന ഹോട്ട്സ്പോട്ട് എന്ന ആന്തോളജി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ 4 എപ്പിസോഡുകൾ അടങ്ങിയ ഈ ആന്തോളജി സീരീസ് ഈ ആഴ്ച മെയ് 3 അതല്ലെങ്കിൽ അടുത്ത ആഴ്ച മെയ് 9 OTT റിലീസ് ചെയ്യുന്നതാണ്. ആമസോൺ പ്രൈം, അഹ തമിഴ്, ഒപ്പം തന്നെ തെൻകോട്ട തുടങ്ങിയവയാണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോംസ്. ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ഉടനെ പുറത്തുവരും. ഇന്ത്യയിലെ തന്നെ ജനപ്രീതി നേടിയെടുത്ത ഒരു ഹിന്ദി സീരീസ് ആണല്ലോ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ 3ാമത്തെ സീസന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ മാസം മെയ് 28 ആമസോൺ പ്രൈമിലൂടെ പഞ്ചായത്തിന്റെ 3ാമത്തെ സീസൺ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രം തിരുത്തിക്കുറിച്ച സിനിമയാണല്ലോ ബാഹുബലി. രാജമൗലിയുടെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായി എത്തിയ സിനിമയുടെ ബ്രഹ്മാണ്ഡ സിനിമയുടെ ആനിമേറ്റഡ് സീരീസ് OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് എന്ന ഹോട്ട്സ്റ്റാറിന്റെ സീരീസിന്റെ OTT ട്രെയിലറും റിലീസ് തീയതി പ്രഖ്യാപനവും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സീരീസ് മെയ് 17 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. 5ാമത്തേത് ഈ ആഴ്ച അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്ന ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഹാപ്പി എൻഡിങ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം നാളെ മെയ് 3 OTT റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ വിദേശ സിനിമയാണ് ആൻ ഐഡിയ ഓഫ് യു എന്ന സിനിമ. ചിത്രം ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആവേശം മലയാളത്തിലെ വമ്പൻ വിജയം നേടിയെടുത്ത ഫഹദിന്റെ കരിയറിലെ തന്നെ വമ്പൻ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ. ചിത്രം കാത്തിരിപ്പിനൊടുവിൽ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈം നേരത്തെ തന്നെ വൻ തുകയ്ക്ക് സ്വന്തമാക്കിയ ആവേശം എന്ന സിനിമ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ OTT റിലീസ് ചെയ്യുമെന്നൊരു റൂമറാണ് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നത്. മെയ് 9 മെയ് 16 സിനിമ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. OTT റിലീസ് തീയതി പ്രഖ്യാപനമില്ലാതെ സർപ്രൈസ് റിലീസിന് തന്നെയാണ് കൂടുതൽ സാധ്യത. ഫഹദിന്റെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ആവേശം എന്നതുപോലെ പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ആടുജീവിതം. ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജ്, അമല പോൾ തുടങ്ങിയവർ അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ വൻ തുകയ്ക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസിനൊരുങ്ങുന്ന അടുത്ത പ്രധാനപ്പെട്ട മലയാളം സിനിമയാണ് ആടുജീവിതം. ഈ വരുന്ന മെയ്യിലെ അവസാന ആഴ്ച തന്നെ ആടുജീവിതം OTT റിലീസ് ചെയ്യുന്നതാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട്.